Hi all, welcome back to Click. ഈ വീഡിയോയിൽ നമ്മൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ RTOS എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് OS ആൻഡ് ഇറ്റ് ഈസ് ഡിസൈൻ ടു പ്രോസസ് ടാസ്ക് വിത്തിൻ സ്ട്രിക്റ്റ് ടൈം കൺസ്ട്രെയിൻസ്. സ്ട്രിക്റ്റ് ടൈം കൺസ്ട്രെയിൻസിൽ ടാസ്കുകൾ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ RTOS എന്ന് പറയുന്നത്. ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ വിൻഡോസ്, അതുപോലെ ലിനക്സ്, അതൊക്കെ ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. ഇത് ആക്ച്വലി യൂസർ ഇൻട്രാക്ഷൻസിലാണ് ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിയൽ ടൈം ടാസ്ക് കംപ്ലീഷനിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രോസസ്സുകൾ വിത്തിൻ ഡെഡ് ലൈൻ തന്നെ കംപ്ലീറ്റ് ആവുന്നുണ്ട് എന്ന് RTOS എൻഷുർ ചെയ്യണം. ഇൻ കേസ് അങ്ങനെ ക്രിട്ടിക്കൽ പ്രോസസ്സുകൾ ഒരു ഡെഡ് ലൈനിനകത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടില്ല എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ സിസ്റ്റം ഫെയിലിയർ. ഇതിനകത്ത് ടൈം എല്ലായ്പ്പോഴും ഡിറ്റർമിനിസ്റ്റിക് ആയിരിക്കും. അതുപോലെ തന്നെ ടൈം നമ്മൾ മെഷർ ചെയ്യുന്നത് ഇത് മില്ലി സെക്കൻഡ്സിൽ അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡ്സിലായിരിക്കും. ഓക്കെ, അതായത് ടൈം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടാസ്കുകൾ ഓൺ ടൈം എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിസ്റ്റം റിസോഴ്സസിൽ ഒരു റിയൽ ടൈം കൺട്രോള് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾസോ സിസ്റ്റം ബിഹേവിയറിൽ റിലയബിലിറ്റിയും അതുപോലെ തന്നെ പ്രെഡിക്റ്റബിലിറ്റി, നമ്മളൊരു ഔട്ട്കം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഔട്ട്കം കിട്ടിയിരിക്കണം. അതാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വേറൊരു പർപ്പസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൺകറന്റ് ടാസ്ക് എക്സിക്യൂഷൻ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യുക, പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിങ് മാനേജ് ചെയ്യുക, അതെല്ലാം ഇതിൻ്റെ മെയിൻ പർപ്പസസ് ആണ്. There are different types of real-time operating systems. Hard real-time system, soft real-time system and firm real-time system. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ഒരു ഭാഗത്ത് നമ്മൾ ഹാർഡ്, സോഫ്റ്റ് ആൻഡ് ഫേം റിയൽ ടൈം സിസ്റ്റംസിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ദിസ് വിൽ ബി വെരി ഈസി ഫോർ യു. എന്താണ് ഹാർഡ് റിയൽ ടൈം സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് ഡെഡ് ലൈൻസ് ആണ് ഉണ്ടായിരിക്കുക ഇതിനകത്ത്. അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡെഡ് ലൈൻസ്. സപ്പോസ് നമ്മളൊരു ഡെഡ് ലൈൻ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് ദ സിസ്റ്റം ഈസ് ഫെയിൽഡ്. ഫോർ എക്സാമ്പിൾ ഫൈറ്റ് കൺട്രോള്, റോബോട്ടിക്സ്, അതൊക്കെ ഹാർഡ് റിയൽ ടൈം സിസ്റ്റംസ് ആണ്. ദെൻ സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെഡ് ലൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് ഇഫ് വി മിസ് ദം അതെന്ന് പറയുന്നത് ദിസ് ഡസ് നോട്ട് ലീഡ് ടു ഫെയിലിയർ. മൾട്ടിമീഡിയ സിസ്റ്റംസ് അതിനൊരു എക്സാമ്പിൾ ആണ്. ഫേം റിയൽ ടൈം സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ ഒക്കേഷണൽ ഡെഡ് ലൈൻ മിസ്സസ് ടോളറബിൾ ആണ്, ടോളറേറ്റഡ് ആണ്, പക്ഷെ ക്വാളിറ്റി റെഡ്യൂസ്ഡ് ആയിത്തീരും. ഫോർ എക്സാമ്പിൾ മീഡിയ സ്ട്രീമിംഗ്, അതിനകത്ത് ഒക്കേഷണലി ഡെഡ് ലൈൻ മിസ് ആയാലും ഓക്കെ ആണ്, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഡെഡ് ലൈൻ മിസ് ആയിക്കൊണ്ടേ ഇരുന്നുണ്ട് വെച്ചാൽ എന്ത് സംഭവിക്കും? ദാറ്റ് അഫക്ട്സ് ദ ക്വാളിറ്റി അല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത് ഫേം റിയൽ ടൈം എന്നതുകൊണ്ട്. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കുറച്ച് കീ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിറ്റർമിനിസം. ഡിറ്റർമിനിസം എന്ന് പറയുമ്പോൾ ഡിഫൈൻഡ് കണ്ടീഷൻസിൽ നമുക്ക് സിസ്റ്റത്തിന്റെ ബിഹേവിയർ പ്രെഡിക്റ്റബിൾ ആയിരിക്കണം. കണ്ടീഷൻസ് നമ്മൾ പറയും, അതിനകത്തുള്ള ബിഹേവിയറും നമ്മൾ എന്ത് ചെയ്യും, പറയും. അതായത് ഒരു ഡിറ്റർമിനിസം സിസ്റ്റത്തിന് ഉണ്ടായിരിക്കണം. ആ പറഞ്ഞതുപോലെ ഇന്ന കണ്ടീഷൻ വരികയാണെങ്കിൽ ഇന്നത് സംഭവിക്കണം എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ സംഭവിക്കണം. സോ പ്രെഡിക്റ്റബിൾ ബിഹേവിയർ അണ്ടർ ഡിഫൈൻഡ് കണ്ടീഷൻസ്, അതാണ് ഡിറ്റർമിനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വി ഹാവ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. ഹയസ്റ്റ് പ്രയോറിറ്റി ടാസ്ക് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആദ്യം തന്നെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് വേണം ഇതിനകത്ത് ഫോളോ ചെയ്യാൻ. പ്രീഎംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്?
നമുക്ക് ഫോഴ്സ്ഫുള്ളി ഒരു പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ നിർത്തിവെച്ച് മറ്റൊരു പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് പറഞ്ഞത്, ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഒരു ടാസ്ക് വരികയാണെങ്കിൽ കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പാരിറ്റീവ്ലി ലെസ്സർ പ്രയോറിറ്റി ടാസ്ക് നമുക്ക് പ്രീഎംപ്റ്റ് ചെയ്ത് പുതിയ ടാസ്കിനെ പ്ലേസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. ദെൻ മിനിമൽ ലേറ്റൻസി. സപ്പോസ് ഒരു എക്സ്റ്റേണൽ ഇവന്റ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് വരികയാണെങ്കിൽ ക്വിക്ക് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കണം. ടൈം എടുത്ത് ഡിലേഡ് ആയിട്ട് പ്രോസസ് ആയിരിക്കരുത് നടക്കുന്നത്. ക്വിക്ക് റെസ്പോൺസ് ചെയ്യാനായിട്ട് RTOSനെ കൊണ്ട് സാധിക്കണം. ദെൻ മൾട്ടി ടാസ്കിങ്, അതായത് കൺകറന്റ് ടാസ്കുകൾ, അതും സ്ട്രിക്റ്റ് പ്രയോറിറ്റി ലെവൽസ് കീപ്പ് ചെയ്തുകൊണ്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കണം. ഏത് സിസ്റ്റത്തിനെ പോലെയാണെങ്കിലും റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും കുറേയേറെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ മാക്സിമം റിസോഴ്സ് യൂട്ടിലൈസേഷൻ, ഡിവൈസസും അതുപോലെ സിസ്റ്റം റിസോഴ്സസും എല്ലാം എന്ത് ചെയ്യും, എഫിഷ്യൻ്റ്ലി യൂസ് ചെയ്യും. അതുപോലെ തന്നെ സ്വിച്ചിങ് ടൈം എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും എല്ലായ്പ്പോഴും. ടിപ്പിക്കലി നമുക്ക് വേണമെങ്കിൽ പറയാം 3 to 10 മൈക്രോ സെക്കൻഡ്സ് ഒക്കെയാണ് സ്വിച്ചിങ് ടൈം എന്ന് പറയാം. ഒരു ടാസ്കിൽ നിന്ന് മറ്റൊരു ടാസ്കിലേക്കുള്ള സ്വിച്ച്, കോണ്ടാക്ട് സ്വിച്ചിങ് ടൈം എന്ന് പറയുന്നത് വെരി ലെസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ആക്റ്റീവ് ആപ്ലിക്കേഷൻസിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് ക്യൂവിൽ നിൽക്കുന്ന ടാസ്കുകളേക്കാൾ അല്ലെങ്കിൽ പ്രോസസ്സുകളേക്കാൾ പ്രയോറിറ്റി ആക്റ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലായിരിക്കും. അതുപോലെ തന്നെ എംബഡഡ് സിസ്റ്റം ഫ്രണ്ട്ലി ആയിരിക്കും. റിയൽ ടൈം OS എന്ന് പറയുമ്പോൾ യൂഷ്വലി എംബഡഡ് സിസ്റ്റംസിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതായത് സ്മോൾ സൈസ് പ്രോഗ്രാം എൻവയോൺമെന്റ്സിന് നല്ല ഒരു സപ്പോർട്ട് കിട്ടും. ഈ പറയുന്ന സ്മോൾ സൈസ് പ്രോഗ്രാം എൻവയോൺമെന്റ് ആണ് ഒരു എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് മോസ്റ്റ്ലി എറർ ഫ്രീ എന്ന് തന്നെ പറയാം. അതായത് മിനിമൽ എറേഴ്സ് മാത്രമേ കാണൂ. ഇത് നമുക്ക് റിലയബിൾ ആയിരിക്കും, പ്രെഡിക്റ്റബിൾ ആയിരിക്കും. മിനിമൽ എറേഴ്സ് ഇതിനകത്ത് ഒക്കർ ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത് വെരി എഫിഷ്യന്റ് ആയിരിക്കും. അതായത് റാം യൂസേജ് എന്ന് പറയുന്നത് വെൽ മാനേജ്ഡ് ആയിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. And these are the main advantages of real-time operating systems. Also, this has many disadvantages like limited number of tasks മാത്രമേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കൺകറന്റ്ലി ഒരുപാട് ടാസ്കുകൾ മാനേജ് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അതുപോലെ റിസോഴ്സ് ഇന്റൻസീവ് ആണ്. അതായത് ഇതിന് വേണ്ട റിസോഴ്സസ്, ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഹൈ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്, അതുപോലെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഹാർഡ്വെയർ ആയിരിക്കും. അതുപോലെ തന്നെ ഡിസൈൻ അൽഗോരിതംസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദോസ് വിൽ ബി കോംപ്ലെക്സ്. അതായത് സ്കിൽഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സിനെ ഈ ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ സ്പെസിഫിക് ഡ്രൈവേഴ്സ് വേണം, ഇന്ററപ്റ്റ്സ് വേണം, സ്പെഷ്യൽ സപ്പോർട്ട് തന്നെ വേണം എക്സ്റ്റേണൽ സിഗ്നൽസ് മാനേജ് ചെയ്യണമെങ്കിൽ. അതുപോലെ ലിമിറ്റഡ് ടാസ്ക് സ്വിച്ചിങ് എന്ന് പറയുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് കൂടിയാണ്. കാരണം എന്താണ്, ടാസ്കുകൾ ഇടയ്ക്കിടെ എന്ത് ചെയ്യില്ല, ഫ്രീക്വന്റ്ലി സ്വിച്ച് ചെയ്യില്ല. ദെൻ ത്രെഡ് പ്രയോറിറ്റി ഹാൻഡ്ലിംഗ് ഇഷ്യൂസ് ഉണ്ട്. ത്രെഡ് പ്രയോറിറ്റീസ് എന്ന് പറയുന്നത് ഡൈനാമിക്കലി ഫ്ലെക്സിബിൾ ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ഇനി നമുക്ക് റിയൽ ടൈം സിസ്റ്റത്തിലെ ക്ലോക്ക് സിങ്ക്രണൈസേഷനെ കുറിച്ച് നോക്കാം. ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് നോഡ്സ് പ്രസന്റ് ആയിരിക്കും. ഓരോ നോഡിനും അതിൻ്റെതായിട്ടുള്ള ഒരു ലോക്കൽ ക്ലോക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഓരോ നോഡിന്റെയും ഈ ലോക്കൽ ക്ലോക്ക് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് വെച്ചാല് അത് തമ്മിൽ എന്തുണ്ടായിരിക്കും, ഒരു മിസ്മാച്ച് കാണുമായിരിക്കും. കാരണം ദർ വിൽ ബി ഹാർഡ്വെയർ ഡിഫറൻസസ് ആൻഡ് നെറ്റ്വർക്ക് ഡിലേസ്. അതുകൊണ്ട് തന്നെ ഈ ലോക്കൽ ക്ലോക്ക്, ഓരോ നോഡും മെയിൻറ്റെയിൻ ചെയ്യുന്ന ലോക്കൽ ക്ലോക്ക് എന്തായിരിക്കണം എന്നില്ല, ഒരു അലൈൻഡ് ആയിട്ടുള്ള ടൈം അല്ലെങ്കിൽ ഒരു സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കണമെന്നില്ല കീപ്പ് ചെയ്യുന്നത്. ഈ ക്ലോക്ക് നമ്മൾ സിങ്ക്രണൈസ് ചെയ്താൽ മാത്രമേ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഇവന്റ്സ് ഓർഡർ ചെയ്യുകയാണ് എങ്കിൽ
അതിനകത്തെ ഇൻകൺസിസ്റ്റൻസീസ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഡേറ്റ അക്യുറസിക്കും സിസ്റ്റം കോർഡിനേഷനും എല്ലാം ഈ ക്ലോക്ക് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത് നിർബന്ധമാണ്. So what is the importance of clock synchronization? Real time systems-ലെ clock synchronization consider ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആൻഡ് കൊഹറൻസ്. അതായത് എല്ലാ ഡിസ്ട്രിബ്യൂട്ടഡ് കോമ്പണൻസിലും കൺസിസ്റ്റൻസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സിസ്റ്റം വൈഡ് ടൈം സ്റ്റാമ്പ് അലൈൻമെന്റ് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് കൺസിസ്റ്റൻസി ആൻഡ് കൊഹറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കംസ് ഈവന്റ് ഓർഡറിങ്. ഈവന്റ് ഓർഡറിങ്ങിൽ എന്താണ് ക്ലോക്ക് സിങ്ക്രണൈസേഷന്റെ റോള്? അതായത് എന്തെങ്കിലും ഇവന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ അതൊരു ക്രൊണോളജിക്കൽ ഓർഡറിൽ അല്ലെങ്കിൽ ഒരു കാഷ്വൽ ഓർഡറിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, മൾട്ടിപ്പിൾ സിസ്റ്റംസിലോട്ട് എത്തുന്നുണ്ടായിരിക്കുക. സോ അത് എൻഷുർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി ക്ലോക്ക് സിങ്ക്രണൈസേഷൻ. ദെൻ ഡേറ്റ ഇന്റഗ്രിറ്റി. ഡേറ്റ ഇന്റഗ്രിറ്റി ഉണ്ടാവണം എങ്കിൽ ദർ ഷുഡ് നോട്ട് ഹാവ് എനി കോൺഫ്ലിക്ട്സ്. സോ കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അക്യുറേറ്റ് ടൈം സ്റ്റാമ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ കംസ് ഫോൾട്ട് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി. ടൈം ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഫോൾട്ട് സീക്വൻസ് ഡിറ്റർമിൻ ചെയ്യുന്നതിനും അതുവഴി നമുക്ക് എന്തെങ്കിലും ഡീബഗ്ഗിങ്ങോ മറ്റോ നടത്തണമെങ്കിലും സാധിക്കും. സോ അതിന് വേണ്ടിയിട്ട് ഒരു ക്ലോക്ക് സിങ്ക്രണൈസേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നെക്സ്റ്റ് സെക്യൂരിറ്റി ആൻഡ് ഓതന്റിക്കേഷൻ. ടൈം ബേസ്ഡ് ആയിട്ടുള്ള വാലിഡേഷൻസ്, ക്രിപ്റ്റോഗ്രഫിക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഓതന്റിക്കേഷന് വേണ്ടി ആയിക്കോട്ടെ, അതിനാണെങ്കിലും നമുക്ക് ഈ ക്ലോക്ക് സിങ്ക്രണൈസേഷൻ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, സോ സിങ്ക്രണൈസേഷൻ അലോസ് മൾട്ടിപ്പിൾ സിസ്റ്റംസ് ടു ഷെയർ എ കോമൺ റെഫറൻസ്. എല്ലാം ഒരു കോമൺ റെഫറൻസ് ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിങ്ക്രണൈസേഷൻ വഴി നമ്മൾ ഉറപ്പുവരുത്തുന്നത്. അതുവഴി നമുക്ക് എന്തിനെല്ലാം സാധിക്കും? ഒരു കോർഡിനേറ്റഡ് ടാസ്ക് എക്സിക്യൂഷൻ, അക്യുറേറ്റ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ വാട്ട് വി സേ റിലയബിൾ ഡേറ്റ ട്രാൻസ്ഫർ ഒക്കെ പോസിബിൾ ആവും. Okay, there are different types of clock synchronization. First one എന്ന് പറയുന്നത് physical clock synchronization, then logical clock synchronization, and there is mutual exclusion synchronization. ഈ ഫിസിക്കൽ ക്ലോക്ക് സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ നോഡിന്റെയും ക്ലോക്ക് ഒരു സ്റ്റാൻഡേർഡ് ടൈം സോഴ്സിലോട്ട് നമ്മൾ അലൈൻ ചെയ്യാണ്, സച്ച് ആസ് UTC, കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈം ആണ് UTC എന്ന് പറയുന്നത്. സോ അതിലോട്ട് അങ്ങോട്ട് എല്ലാ നോഡിന്റെയും ക്ലോക്കിനെ എന്ത് ചെയ്യാണ്? അലൈൻ ചെയ്യുക. അതുവഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ നോഡ്സ് തമ്മിലുള്ള ടൈം ഡിഫറൻസസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു സ്റ്റാൻഡേർഡ് ടൈം സോഴ്സിലോട്ട് നോഡിന്റെ ക്ലോക്ക് അലൈൻ ചെയ്യുക, അതാണ് ഫിസിക്കൽ ക്ലോക്ക് സിങ്ക്രണൈസേഷനിൽ ചെയ്യുന്നത്. Now the second one is logical clock synchronization. ഇതിനകത്ത് ആക്ച്വൽ ടൈം അലൈൻ ചെയ്യുന്നതിനേക്കാളും ഓർഡർ ഓഫ് ഇവന്റ്സ് അതിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈവന്റ് ഡ്രിവൺ സിസ്റ്റംസിലാണ് നമ്മൾ ഈ ലോജിക്കൽ ക്ലോക്ക് സിങ്ക്രണൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഈവന്റ് ഡ്രിവൺ സിസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം എക്സാക്ട് ടൈമിങ്ങിനേക്കാളും ഈ ഒരു ഓർഡർ ഓഫ് ഈവന്റ്സ് ആയിരിക്കും, ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ സിങ്ക്രണൈസേഷൻ. ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർഡ് റിസോഴ്സസിലോട്ടുള്ള ആക്സസിനെ എന്ത് ചെയ്യാണ്? കോർഡിനേറ്റ് ചെയ്യാണ്. അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് നോട്ട്സിനിടയിൽ ഒരു സീക്വൻഷ്യൽ ആക്സസ് അലോ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? കൺകറന്റ് ആക്സസ് കൊണ്ടുള്ള കോൺഫ്ലിക്റ്റുകൾ പ്രിവെന്റ് ചെയ്യും. അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ സിങ്ക്രണൈസേഷനിൽ ചെയ്യുന്നത്. ഓക്കെ, നൗ there are different techniques of clock synchronization. മേജർ ആയിട്ട് വരുന്ന 3 ടെക്നിക്സ് ആണ് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്നത്. നെറ്റ്വർക്ക് ടൈം പ്രോട്ടോകോൾ, പ്രിസിഷൻ ടൈം പ്രോട്ടോകോൾ ആൻഡ് ബെർക്ക്ലി അൽഗോരിതം. നെറ്റ്വർക്ക് ടൈം പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് എ ഹയറാർക്കിക്കൽ ക്ലയന്റ് സെർവർ മോഡൽ. ഇതിനകത്ത് എന്ത് കാണും? സ്ട്രാറ്റം ലെവൽസ് കാണും.
അതായത് ഒരു റെഫറൻസ് ക്ലോക്ക് ഉണ്ടായിരിക്കും. ആ റെഫറൻസ് ക്ലോക്കിന്ന് ഒരു കറസ്പോണ്ടിങ് നോഡ് എത്ര ഡിസ്റ്റൻസ് ആണ് കീപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കറസ്പോണ്ടിങ് ഡിവൈസ് എത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് ആ റെഫറൻസ് ക്ലോക്ക് ചെയ്യുന്നത് എന്നുള്ളത് അത് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ സ്ട്രാറ്റം ലെവൽസ് യൂസ് ചെയ്യുന്നത്. സോ നെറ്റ്വർക്ക് ടൈം പ്രോട്ടോകോളിനകത്ത് ദിസ് ഈസ് എ ഹൈറാർക്കിക്കൽ ക്ലയന്റ് സെർവർ മോഡൽ വിത്ത് സ്ട്രാറ്റം ലെവൽസ്. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുവെച്ചാൽ മൾട്ടിപ്പിൾ ടൈം സ്റ്റാമ്പ് വാല്യൂസ് കമ്പയർ ചെയ്ത് ലോക്കൽ ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് സൂട്ടബിൾ ഫോർ ജനറൽ പർപ്പസ് സിസ്റ്റംസ്. ഒരു മില്ലി സെക്കൻഡ് അക്യൂറസി ആക്സെപ്റ്റബിൾ ആണ് എങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. മില്ലി സെക്കൻഡ് നിങ്ങൾ ആലോചിക്കണേ. സോ ജനറൽ പർപ്പസ് സിസ്റ്റംസിൽ ഇത് സൂട്ടബിൾ ആണ് എന്ന് നമുക്ക് പറയാം. ദെൻ ദർ ഈസ് പ്രിസിഷൻ ടൈം പ്രോട്ടോകോൾ. പ്രിസിഷൻ ടൈം പ്രോട്ടോകോൾ ഡിഫൈൻ ചെയ്തത് IEEE 1588 ആണ്. ദിസ് സപ്പോർട്ട്സ് ഹാർഡ്വെയർ ടൈം സ്റ്റാമ്പിംഗ്. ഇതിനകത്ത് നമ്മൾ ഒരു മാസ്റ്റർ സ്ലേവ് ആർക്കിടെക്ചർ ആണ് യൂസ് ചെയ്യുന്നത്. And this master slave architecture will have high precision. Okay, telecom, finance, industrial automation അതിലൊക്കെയാണ് നമ്മൾ precision time protocol യൂസ് ചെയ്യുന്നത്. Then comes the Berkeley algorithm. ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്കൊരു സിംഗിൾ ടൈം സെർവർ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. This uses a decentralized approach. ഒരു നോഡ് ഒരു കോർഡിനേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ക്ലോക്ക് വാല്യൂസിന്റെ ആവറേജ് എടുക്കും, എന്നിട്ട് ആ ഓഫ്സെറ്റ്സ് എല്ലാ നോഡ്സിനും സെൻഡ് ചെയ്യും. ഒരു പിയർ ടു പിയർ സിസ്റ്റംസ് ഒക്കെ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് വെരി മച്ച് സൂട്ടബിൾ. സോ ഈ 3 ടെക്നിക്സ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ നെറ്റ്വർക്ക് ടൈം പ്രോട്ടോകോൾ ടെക്നിക്കിനകത്ത് അക്യുറസി എന്ന് പറയുന്നത് മില്ലി സെക്കൻഡ്സിലാണ്. ഈ പ്രിസിഷൻ ടൈം പ്രോട്ടോകോളിലാണെങ്കിൽ നമുക്ക് പറയാം മൈക്രോ ടു നാനോ സെക്കൻഡ്സിലാണ് ആക്ച്വലി നമ്മൾ അക്യുറസി പറയുന്നത്. ബെർക്ക്ലി അൽഗോരിതത്തിലാണെങ്കിൽ മോഡറേറ്റ് അക്യുറസിയേ ഉള്ളൂ. ഓക്കെ, ആൻഡ് നെറ്റ്വർക്ക് ടൈം പ്രോട്ടോകോൾ എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഒരു റെഫറൻസ് ക്ലോക്ക് കാണും, അതിൽ നിന്നുള്ള ഡിവൈസിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രേറ്റം ലെവൽസ് ആ ഒരു ഹൈറാർക്കിക്കൽ ക്ലയന്റ് സെർവർ മോഡലിൽ കാണും എന്നുള്ളത്. സോ നെറ്റ്വർക്ക് ടൈം പ്രോട്ടോകോൾ ഈസ് എ സെൻട്രലൈസ്ഡ് അപ്രോച്ച്. ഓക്കെ, and precision time protocol also, it's a centralized approach, but we cannot say that Berkeley algorithm provides a centralized approach. It's not a centralized approach. Decentralized approach ആണ് എന്ന് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നെറ്റ്വർക്ക് ടൈം പ്രോട്ടോകോളിനകത്ത് there is no hardware support, and also in Berkeley algorithm no hardware support at all. പക്ഷെ PTPക്ക് അകത്ത് നമ്മൾ പറഞ്ഞു this is focusing on hardware time stamping, so this has to have hardware support. പിന്നെ ഇന്റർനെറ്റ് ബേസ്ഡ് സിൻക്രണൈസേഷന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ NTP യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. പ്രിസിഷൻ ടൈം പ്രോട്ടോകോൾസ് നമ്മൾ പറഞ്ഞു ടെലികോം, ഓട്ടോമേഷൻ, ട്രേഡിംഗ് അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ബെർക്ക്ലി അൽഗോരിതം നമ്മൾ പറഞ്ഞല്ലോ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റംസിലും അതുപോലെ പിയർ ടു പിയർ സിസ്റ്റംസിലും ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ബെർക്ക്ലി അൽഗോരിതത്തിന്റെ വർക്കിംഗ് എങ്ങനെയാ വെച്ചാൽ ദർ വിൽ ബി എ മാസ്റ്റർ നോഡ്. ഈ മാസ്റ്റർ നോഡിനെ ആക്ച്വലി ഒരു ലീഡർ എലക്ഷൻ അൽഗോരിതം യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. മാസ്റ്റർ എന്ത് ചെയ്യും, എല്ലാ നോഡ്സിനോടും അതിന്റെ ലോക്കൽ ക്ലോക്ക് ടൈംസ് പോൾ ചെയ്യും. ഓൾ സ്ലേവ് നോഡ്സ് ഫോർ ദെയർ ലോക്കൽ ക്ലോക്ക് ടൈംസ്. എന്നിട്ട് സ്ലേവ്സ് എന്ത് ചെയ്യും, സ്ലേവ്സ് അവരുടെ കറണ്ട് ടൈംസ് റെസ്പോണ്ട് ചെയ്യും. മാസ്റ്റർ എന്ത് ചെയ്യും, ഒരു ആവറേജ് ക്ലോക്ക് ഓഫ്സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യും ഇതിന്റെ ബേസിസിൽ. ഇതിനകത്ത് മാസ്റ്ററിന്റെ ടൈമിങ്ങും കൂടെ ആള് ഇൻക്ലൂഡ് ചെയ്യുവേ. ദെൻ എന്ത് ചെയ്യും, ഒരു അഡ്ജസ്റ്റ്മെന്റ് വാല്യൂ, അബ്സല്യൂട്ട് ടൈം അല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ് വാല്യൂ ബ്രോഡ്കാസ്റ്റ് ചെയ്യും, എല്ലാ സ്ലേവ്സിനും അയക്കും. സ്ലേവ്സ് എന്ത് ചെയ്യും, ഈ റിസീവ് ചെയ്തിട്ടുള്ള ഓഫ്സെറ്റ് അല്ലെങ്കിൽ റിസീവ് ചെയ്തിട്ടുള്ള ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ട് അവരുടെ ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ദിസ് ഈസ് വാട്ട് ബേസിക്കലി ഹാപ്പൻസ് ഇൻ ബെർക്ക്ലീസ് അൽഗോരിതം. അതായത് ടൈം ആവറേജ് ചെയ്യാണ് ചെയ്യുന്നത് നോട്ട്സിനിടയിൽ. അതാണ് ബെർക്ക്ലീസ് അൽഗോരിതത്തിൽ ചെയ്യുന്നത്. സിൻസ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ടെക്നിക്സ് ഓഫ് ക്ലോക്ക് സിൻക്രണൈസേഷൻ, ഐ വുഡ് ലൈക്ക് ടു മെൻഷൻ വൺ മോർ അൽഗോരിതം. ഇറ്റ്സ് എ ഫേമസ് അൽഗോരിതം, ക്രിസ്ത്യൻസ് അൽഗോരിതം. ഇതൊരു ക്ലോക്ക് സിൻക്രണൈസേഷൻ അൽഗോരിതം ആണ്. ഇതിനകത്ത് ഒരു ടൈം സെർവർ കാണും.
ക്ലയന്റ് എന്ത് ചെയ്യുവെച്ചാല് ഈ ടൈം സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിന്റെ ക്ലോക്ക് സിങ്ക്രണൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ലോ ലേറ്റൻസി നെറ്റ്വർക്ക്സ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു അൽഗരിതം യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ ബേസിക്കലി നടക്കുന്നത് ക്ലയന്റ് എന്ത് ചെയ്യും, ഒരു ടൈം റിക്വസ്റ്റ് ക്ലോക്ക് സെർവറിന് അയക്കും. സെർവർ എന്ത് ചെയ്യും, അതിന്റെ കറണ്ട് ക്ലോക്ക് ടൈം ക്ലയന്റിന് അയക്കും. ക്ലയന്റ് എന്ത് ചെയ്യും, ആ റിപ്ലൈ കിട്ടിക്കഴിഞ്ഞിട്ട് വെച്ചാല് അതിന്റെ സിങ്ക്രണൈസ്ഡ് ടൈം, ഇത് തിരിച്ചയക്കുന്നതിന് ഒരു ടൈം ഡിലേ എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ, അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് ക്രിസ്ത്യൻസ് അൽഗരിതത്തിൽ നടക്കുന്നത് കേട്ടോ. ലോ ലേറ്റൻസി നെറ്റ്വർക്സിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ലേറ്റൻസി കൂടുകയാണെങ്കിൽ ദിസ് മെത്തേഡ് ഈസ് യൂസ്ലെസ്. ഓക്കെ, and there has to be a trusted time server present. Okay, ഇനി നമുക്ക് റിയൽ ടൈം സിസ്റ്റംസിലെ ഷെഡ്യൂളിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. റിയൽ ടൈം സിസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പണന്റ് ആണ് ഷെഡ്യൂളർ. യൂഷ്വലി ഷോർട്ട് ടേം ടാസ്ക് ഷെഡ്യൂളേഴ്സ് ആണ് നമ്മൾ റിയൽ ടൈം സിസ്റ്റംസിൽ അല്ലെങ്കിൽ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് റെസ്പോൺസ് ടൈം ഡിക്രീസ് ചെയ്യുക അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഗോളാണ്. അതുപോലെ തന്നെ റെസ്പോൺസ് ടൈം മിനിമൈസ് ചെയ്യുന്നതാണ് പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഷോർട്ട് ടേം ടാസ്ക് ഷെഡ്യൂളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷെഡ്യൂളേഴ്സ് എന്ന് പറയുമ്പോൾ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളേഴ്സ് ഉണ്ട്. പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് വേണമെങ്കിൽ ഫോഴ്സ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്കിനെ റിമൂവ് ചെയ്തിട്ട് പുതിയൊരു ടാസ്ക് വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷെ ഈ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഒരു ടൈം സ്ലൈസ് ഒരു ടാസ്കിന് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈം സ്ലൈസ് ആ ടാസ്കിന്റെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വി ക്യാൻ ഇന്ററപ്റ്റ് ദ ടാസ്ക്. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഹൈ പ്രയോറിറ്റി ടാസ്ക് അവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളർ എന്ന് പറയുന്നത്. ദെൻ ദർ ഈസ് നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളേഴ്സ്. നോൺ പ്രീഎംപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുവെച്ചാൽ ഈവൻ ഹൈ പ്രയോറിറ്റി ടാസ്ക് മസ്റ്റ് വെയിറ്റ് ഫോർ ദ കറന്റ് ടാസ്ക് ടു ഫിനിഷ്. കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമേ ക്യൂവിൽ കിടക്കുന്ന ടാസ്കിന് ഇൻക്ലൂഡിങ് ദ ഹൈ പ്രയോറിറ്റി ടാസ്ക് പോലും എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ദെൻ ദർ ഈസ് ഹൈബ്രിഡ് ഷെഡ്യൂളർ. ഇതിനകത്ത് നമ്മൾ ഒരു ടൈം ബേസ്ഡ് ഇന്ററപ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, of course current task എന്ത് ചെയ്യും, it will be interrupted if a higher priority task enters the ready queue. See, schedulability, implementation എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് ഇംപ്ലിമെന്റേഷൻ ആവാം അല്ലെങ്കിൽ ഡൈനാമിക് ഇംപ്ലിമെന്റേഷൻ ആവാം. ആൻഡ് ദ റിസൾട്ട് ഓഫ് അനാലിസിസ്. റിസൾട്ട് ഓഫ് അനാലിസിസ് എന്ന് പറയുമ്പോൾ സെൽഫ് ആവാം അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആവാവേ. സോ ഇതിനെയല്ല, ഈ 3 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഷെഡ്യൂളിംഗ് അൽഗരിതംസിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റാറ്റിക് ടേബിൾ ഡ്രിവൺ, സ്റ്റാറ്റിക് പ്രയോറിറ്റി ഡ്രിവൺ പ്രീഎംപ്റ്റീവ് അപ്രോച്ച്, ദെൻ തേർഡ് വൺ ഡൈനാമിക് പ്ലാനിംഗ് ബേസ്ഡ് അപ്രോച്ച്, and the fourth one is dynamic best effort approach. ഈ 4 ക്ലാസിഫിക്കേഷൻസ് ആണ് ഷെഡ്യൂളിംഗ് അൽഗരിതംസിനുള്ളത്. സ്റ്റാറ്റിക് ടേബിൾ ഡ്രിവൺ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാറ്റിക് അനാലിസിസ് നമ്മൾ പെർഫോം ചെയ്യും. ഇത് ഓഫ്ലൈൻ ആയിരിക്കെ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കാം. ഓഫ്ലൈൻ സ്റ്റാറ്റിക് അനാലിസിസ് ആയിരിക്കും പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ഫിക്സഡ് ഷെഡ്യൂള് എക്സിക്യൂഷന് മുൻപ് ജനറേറ്റ് ചെയ്യും, ബിഫോർ എക്സിക്യൂഷൻ ട്ടോ. ദെൻ സെക്കൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് പ്രയോറിറ്റി ഡ്രിവൺ അപ്രോച്ച് ആണ്. ഇത് ആക്ച്വലി സിമിലർ ടു ഫസ്റ്റ് അപ്രോച്ച് വിച്ച് ഇസ് സ്റ്റാറ്റിക് ടേബിൾ ഡ്രിവൺ അപ്രോച്ച്. ഇതിനകത്തും നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു സ്റ്റാറ്റിക് അനാലിസിസ് ഓഫ് ഷെഡ്യൂളിംഗ് തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഓഫ്ലൈൻ അനാലിസിസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യും, സ്റ്റാറ്റിക് പ്രയോറിറ്റീസ് അസൈൻ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യും.
ഓഫ്ലൈൻ സ്റ്റാറ്റിക് അനാലിസിസ് തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് എന്ത് ചെയ്യും, ഫോക്കസസ് ഓൺ അസൈനിങ് സ്റ്റാറ്റിക് പ്രയോറിറ്റീസ്. അതായത് ഒരു പെർട്ടിക്കുലർ ഷെഡ്യൂൾ അപ്പാടെ സെലക്ട് ചെയ്യല്ല ചെയ്യുക, ഒരു യൂസ്ഫുൾ വേ ഓഫ് അസൈനിങ് പ്രയോറിറ്റീസ് എമംഗ് വേരിയസ് ടാസ്ക്, അതും ഒരു പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ ദ തേർഡ് അപ്രോച്ച് ഈസ് ഡൈനാമിക് പ്ലാനിംഗ് ബേസ്ഡ് അപ്രോച്ച്. ഇതെന്ന് പറയുന്നത് ഫീസിബിൾ ആയിട്ടുള്ള ഷെഡ്യൂൾസ് ഡൈനാമിക്കലി, അതായത് റൺ ടൈം ആയിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതൊരു നേരത്തെ നമ്മൾ ഓഫ്ലൈനിലാണ് ചെയ്തത്, അതും സ്റ്റാറ്റിക് അനാലിസിസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. റൺ ടൈമിലാണ് നമ്മളിത് ഐഡന്റിഫൈ ചെയ്യുന്നത് ഷെഡ്യൂള്. സോ ഡൈനാമിക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഷെഡ്യൂൾസ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ടൈം കൺസ്ട്രെയിൻസ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിനകത്ത് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇഫ് ടൈം കൺസ്ട്രെയിൻസ് മീറ്റ്സ്, ഓക്കെ, അതായത് ഒരു സർട്ടൻ ഫിക്സഡ് ടൈം ഇന്റർവെല് ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കും, എന്നിട്ട് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യും. എങ്ങനെയാണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് സാറ്റിസ്ഫൈസ് ദ ടൈം കൺസ്ട്രെയിൻ. അതാണ് ഡൈനാമിക് പ്ലാനിംഗ് ബേസ്ഡ് അപ്രോച്ചിൽ പറയുന്നത്. ഓക്കെ, ദെൻ ഡൈനാമിക് ബെസ്റ്റ് എഫേർട്ട് അപ്രോച്ച് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഡെഡ് ലൈൻസിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഡെഡ് ലൈൻ മിസ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അബോർട്ട് ചെയ്യും. പ്രാക്ടിക്കൽ റിയൽ ടൈം സിസ്റ്റംസിലൊക്കെ നമ്മൾ ഈ ഒരു അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ, ഇത് ഡൈനാമിക് ബെസ്റ്റ് എഫേർട്ട് അപ്രോച്ചസ്. സോ ഇത് നാലും തമ്മിലുള്ള ഡിഫറൻസ് പ്രോപ്പർ ആയിട്ട് അറിഞ്ഞിരിക്കണം നമ്മൾ. ടൈമിംഗ് അനാലിസിസ് എന്ന് പറയുന്നത് ഈ ആദ്യത്തെ രണ്ട് അപ്രോച്ചസിലും എന്തായിരിക്കും, ഓഫ്ലൈൻ ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ തേർഡ് വണ്ണിലും ഫോർത്ത് വണ്ണിലും ഡൈനാമിക് ആണ് അല്ലെ, അതായത് റൺ ടൈമിലാണ് ചെയ്യുന്നത്. രണ്ട് ആ പേരും തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ടു രണ്ടിന്റെയും നെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാറ്റിക് എന്നും പറഞ്ഞുകൊണ്ടാണ്. സോ ടൈമിംഗ് അനാലിസിസ് എന്ന് പറയുന്നത് രണ്ടിലും ഓഫ്ലൈൻ ആയിരിക്കും, പക്ഷെ നെക്സ്റ്റ് ടൂവില് ഡൈനാമിക് പ്ലാനിംഗ് ബേസ്ഡ് അപ്രോച്ച് ആണെങ്കിലും ഡൈനാമിക് ബെസ്റ്റ് എഫേർട്ട് അപ്രോച്ച് ആണെങ്കിലും രണ്ടിലും റൺ ടൈം ആയിരിക്കും. ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഈ സ്റ്റാറ്റിക് ടേബിൾ ഡ്രിവൺ അപ്രോച്ചിന്റെ വെരി ലോയും ഡൈനാമിക് ബെസ്റ്റ് എഫേർട്ട് അപ്രോച്ചിൽ വെരി ഹൈയും ആയിരിക്കും. സോ ദിസ് വാരീസ്. ഈ സ്റ്റാറ്റിക് പ്രയോറിറ്റി ഡ്രിവണിനകത്ത് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം മീഡിയം ആണ്, ഇതിലും മീഡിയം ആണ് വരുന്നത്. ഏത് ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം, പ്രിയംഷൻ സ്റ്റാറ്റിക്കിനകത്ത് ഇല്ലേ ഇല്ല, പ്രിയംഷന്റെ കാര്യം കേട്ടോ. ബാക്കി മൂന്നെണ്ണത്തിലും പ്രിയംഷൻ പോസിബിൾ ആണ്. ഡെഡ് ലൈൻസ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടോ, ഫസ്റ്റ് അപ്രോച്ച് ഹൈലി ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോർത്ത് അപ്രോച്ചിലോട്ട് എത്തുമ്പോഴേക്കും അത് എന്തായിരിക്കും, ലോ ഗ്യാരണ്ടി ആയിരിക്കും. ഹൈലി ഗ്യാരണ്ടീസ് ഇൻ ഫസ്റ്റ് അപ്രോച്ച് ആൻഡ് ദെൻ മീഡിയം ഗ്യാരണ്ടി ഇൻ സെക്കൻഡ് അപ്രോച്ച് ആൻഡ് കണ്ടീഷണൽ ഗ്യാരണ്ടി ഇൻ തേർഡ് അപ്രോച്ച്, ലോ ഗ്യാരണ്ടി ഇൻ ഫോർത്ത് അപ്രോച്ച്. സേഫ്റ്റി ക്രിട്ടിക്കൽ സിസ്റ്റംസ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് അപ്രോച്ച് ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷന് സ്റ്റാറ്റിക് പ്രയോറിറ്റി ഡ്രിവൺ പ്രിഎംപ്റ്റീവ് അപ്രോച്ചസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. റിയൽ ടൈം എംബഡഡ് സിസ്റ്റംസിന്റെ കേസിൽ നമ്മൾ ഡൈനാമിക് പ്ലാനിംഗ് ബേസ്ഡ് അപ്രോച്ചും മൾട്ടിമീഡിയ മൊബൈൽ ആപ്ലിക്കേഷൻസ് അതിലെല്ലാം ഡൈനാമിക് ബെസ്റ്റ് എഫേർട്ട് അപ്രോച്ചും ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഈ ഷെഡ്യൂളിംഗ് റിയൽ ടൈം സിസ്റ്റംസിൽ കൊണ്ടുവരുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമ്മൾ ടൈമിംഗ് കൺസ്ട്രെയിൻസ് മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. അതായത് വിതിൻ ദ ഡെഡ് ലൈൻ വിതൗട്ട് ഫെയിലിയർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യണമല്ലോ, അത് നടക്കുന്നുണ്ടായിരിക്കും. അതുപോലെ റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ, അതായത് എഫിഷ്യന്റ് യൂസ് ഓഫ് CPU മെമ്മറി IO എല്ലാം ഷെഡ്യൂളിംഗ് എൻഷുർ ചെയ്യും. അതുപോലെ പ്രയോറിറ്റി ബേസ്ഡ് ആണ് എക്സിക്യൂഷൻ നടക്കുന്നത്. ഹൈ പ്രയോറിറ്റി ടാസ്ക് ആർ എക്സിക്യൂട്ടഡ് ബിഫോർ ദ ലോ പ്രയോറിറ്റി ടാസ്ക് എന്നുള്ളതും റെസ്പോൺസീവ്നെസ് ഇംപ്രൂവ് ചെയ്യുന്നതും ഷെഡ്യൂളിംഗ് ആണ് ചെയ്യുന്നത്. അതുപോലെ പ്രിഡിക്റ്റബിലിറ്റിയും ഡിറ്റർമിനസും അതും എൻഷുർ ചെയ്യേണ്ടതുണ്ട്. ദീസ് ആർ ദ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് ഷെഡ്യൂളിംഗ് ഇൻ റിയൽ ടൈം സിസ്റ്റംസ്. സോ മൊത്തത്തിൽ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൽ ക്ലോക്ക് സിങ്ക്രണൈസേഷന്റെയും അതുപോലെ ഷെഡ്യൂളിംഗിന്റെയും നീഡും നെസസറിയും എന്താണ് അതിന്റെ രണ്ടിന്റെയും റോൾ എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.
അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക്, സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.